കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിലെ കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചതിൽ കരാർ കമ്പനിക്ക് ഗുരുതര വീഴ്ച. ദേശീയപാത അതോറിറ്റി അധികൃതർ നിർമ്മാണ മേഖലയിൽ സുരക്ഷയൊരുക്കാൻ 3 തവണ രേഖാമൂലം നൽകിയ കത്ത് കരാർ കമ്പനി അവഗണിച്ചു. കമ്പനിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സിനോജ് തോമസ്, ദേശീയപാതയുടെ ഓരോ റീച്ചിലും പണി നടത്തുന്നതിനായി കരാറുകാരെ ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളടക്കം അവരുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമായ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സിനോജ്. സുജയ പാർവതി, തീർച്ചയായിട്ടും അങ്ങനെയാണ്. പലതവണ വാക്കാലും നേരിട്ടും കത്ത് നൽകിയെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. KMC കമ്പനിയാണ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ. അങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് യഥാസ്ഥാനത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതാണ്. ഞാൻ നിൽക്കുന്നത് ഇന്നലെ അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ്. ഈ കാണുന്ന കുഴിയിലാണ് രഞ്ജിത്ത് വീണ് മരിക്കുന്നത്. ഈ കുഴിക്ക് ചുറ്റും വേണ്ട രീതിയിൽ സുരക്ഷാ ക്രമീകരണം ഒരുക്കണമെന്ന് അവരോട് പറഞ്ഞതാണ്. കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് വെക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിന് പകരം അവർ ചെയ്തത് ഫൈബറിൻ്റെ ബാരിക്കേഡുകളാണ് സ്ഥാപിച്ചത്. ആ ബാരിക്കേഡുകൾക്ക് തന്നെ ഇടിച്ചിട്ടാണ് വണ്ടികൾ പലതവണ ഈ കുഴിയിൽ വീണിട്ടുള്ളത്. ഇന്നലെയാണ് ഈ കാണുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് ബീമുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ അപകടം വഴിമാറിപ്പോയേനെ. പക്ഷേ ഒരു മരണം വന്നതിന് ശേഷം മാത്രം ഈ രീതിയിലുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ ആവശ്യപ്പെട്ടത്. ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ദേശീയപാത അതോറിറ്റി ഓഫീസിലുണ്ടായിരുന്ന ചർച്ചകൾ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കരാർ കമ്പനി സമ്മതിച്ചിരിക്കുന്ന ഒരു 4 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നൽകാം. കാരണം ഈ കുടുംബത്തിന് ഏക വരുമാന മാർഗ്ഗമായിരുന്നു രഞ്ജിത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു 4 ലക്ഷം രൂപ നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ വാക്കുകൾ? അല്ല, ഈ 4 ലക്ഷം എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ സഹായം എന്നുള്ള രീതിയിലാണ്. അത് തന്നെ അവർ കൊടുക്കാൻ തയ്യാറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി വലിയ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയതിനെ കൊണ്ട് മാത്രമാണ് അവർ അത് തന്നെ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ആവശ്യം എന്ന് പറയുന്നത് ഒരു 4 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കുക എന്നുള്ളതല്ല. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമേ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ ബൈപ്പാസുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയം ഇതിനേക്കാൾ അപകടാവസ്ഥയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ എവിടെയൊക്കെയാണോ ഇത്തരം പ്രശ്നങ്ങളുള്ള അത് മുഴുവൻ ഐഡന്റിഫൈ ചെയ്ത് അവിടെ മുഴുവൻ സുരക്ഷാ ക്രമീകരണം വീഴ്ച വരുത്തിയവർക്ക് എന്തെങ്കിലും നടപടി ഉറപ്പ് തന്നിട്ടുണ്ട്? 100% അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ന് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇതിൽ നരഹത്യയ്ക്ക് കേസെടുക്കണം നാട്ടുകാർ കുറേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നാട്ടുകാരും അവരുടെ കുടുംബാംഗങ്ങളും ഞങ്ങളിന്ന് അവരെ വീട്ടിൽ പോയിട്ടാണ് വരുന്ന അവരുടെ ഭാര്യയും ആവശ്യപ്പെട്ടിരിക്കുന്നത് നരഹത്യയ്ക്ക് കേസെടുക്കണം തന്നെയാണ്. അവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന നരഹത്യയ്ക്ക് കേസെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും നരഹത്യക്കെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ്. അതിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടല്ലോ. ഇത് മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥരാണല്ലോ. കരാറുകാർക്ക് കത്ത് കൊടുത്തെന്ന് പറയുന്നുണ്ട്, വാക്കാൽ പറഞ്ഞു പറയുന്നത്. പക്ഷേ മേൽനോട്ടം വഹിക്കേണ്ട ദേശീയപാതയുടെ എഞ്ചിനീയർമാരുണ്ടാവില്ല ഇവിടെ. 100% അവരുടെ അടുത്ത് നിന്നാണ് വലിയ വീഴ്ച വന്നിരിക്കുന്നത്. കരാറുകാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് കുറച്ചാലാണ് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്ന് അവർ നോക്കൂ. അതിനാണല്ലോ നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരുള്ളത്. ആ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ പോയി സംസാരിക്കുന്ന ഏതൊരു കുട്ടിക്കും മനസ്സിലാവും. ഇന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്താണെന്നറിയോ? ഇങ്ങനെയൊരു വിഷയമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ പോകുന്ന ഫ്ലൈറ്റിലൊന്നുമല്ലല്ലോ, നിങ്ങൾ റൂട്ടുമേൽ ഇറങ്ങും, നമുക്ക് നോക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ഞാൻ മുഴുവൻ ചെക്ക് ചെയ്തിട്ട് നടപടി എടുക്കാമെന്ന്. സുജയ പാർവതി, ഇവിടെ മാത്രമല്ല ദേശീയപാതയുടെ പണി നടക്കുന്ന പല സ്ഥലങ്ങളിൽ ഇതേപോലുള്ള അപകട കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ സുരക്ഷ വരുത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നാട്ടുകാരൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും രഞ്ജിത്തിന്റെ കുടുംബത്തിന് 4 ലക്ഷം രൂപ, അത് ഈ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് ഒക്കെ രംഗത്ത് വന്നതോടുകൂടിയാണ് 4 ലക്ഷം നൽകാമെന്ന് പറയുന്നത്. പക്ഷെ പണം നൽകിയാൽ ഒരു ജീവൻ തിരികെ കിട്ടില്ല. അതുകൊണ്ട് ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടാകണം. മാത്രമല്ല രഞ്ജിത്തിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായവും നൽകേണ്ടതാണ്. ഉറപ്പായും ആ സഹായം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത അത് ബന്ധപ്പെട്ട അധികൃതർക്കുമുണ്ട്. താങ്ക് യു സിനോജ് തോമസ്.